വാട്ട്സ് ഇൻ മൈ ബൈക്ക് വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ കുറേ വാട്ട്സ് ഇൻ മൈ ബൈക്ക് വീഡിയോ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഇതാണ് ബൈക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ അമ്മയെ ഓൾറെഡി അമ്മയ്ക്ക് വേണ്ടി വേറൊരു ബാഗ് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഞാനിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് കളറാണ്, പക്ഷെ വന്നപ്പോൾ ബ്രൗൺ കളറ്. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാനിതെടുത്ത്. ഒരു മിനിറ്റ്, ആരോ ബെല്ലടിക്കുന്നു. ഞാൻ ബ്ലാക്ക് കളറാണ് ഓർഡർ ചെയ്തത്, പക്ഷെ ബ്രൗൺ കളറാണ് വന്നത്. പക്ഷേ എനിക്ക് ഇത് കാണാൻ നല്ലതായതുകൊണ്ടും കുഴപ്പമില്ലാത്തതുകൊണ്ടും ഞാൻ റിട്ടേൺ അയച്ചില്ല. ഇവിടെയാണെങ്കിൽ വന്നിരിക്കുന്ന ഈ സാധനം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ക്ലിപ്പാണെങ്കിൽ ഇത് തലയിൽ വെക്കുന്ന ക്ലിപ്പാണ്. ഇതാണെങ്കിൽ എനിക്ക് എന്നെ പുറത്ത് പോകുമ്പോൾ ആവി എടുക്കുമ്പോൾ മുടി മടക്കി വെച്ചിട്ട് പൊക്കത്ത് ക്ലിപ്പ് ഇടിച്ച് വെക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ ബാഗ് എടുക്കാറില്ല. എനിക്കാണെങ്കിൽ ഉള്ളത് പുറകോട്ടിടുന്ന 2 സ്കൂൾ ബാഗ് പോലത്തെ അതേപോലത്തെ ബാഗാണ്, ബാക്ക് ബാഗാണ് ഉള്ളത്. അതാകുമ്പോൾ ആണെങ്കിൽ ഷോൾഡർ പെയിനും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല അധികം ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഊരിയൊന്നും പോകത്തില്ലല്ലോ. പക്ഷേ ആണെങ്കിൽ വേറൊരു ബാഗുണ്ട്, അതാണ് ഞാൻ ദൂരെയൊക്കെ പോകുമ്പോൾ എടുക്കുന്നത്. ഇതിവിടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇത് മതിയായിരിക്കും. പിന്നെ ഇതിനകത്താണെങ്കിൽ വിക്സും വായു ഗുളികയാണുള്ളത്. ഞാൻ കാണിക്കാം. വിക്സും വായു ഗുളികയും എനിക്കാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ തലവേദനയും ഇതൊക്കെ എടുക്കും. അപ്പോൾ ആണെങ്കിൽ ശ്രദ്ധിക്കാൻ വരാതിരിക്കാൻ ടേസ്റ്റിന് വേണ്ടി വായു ഗുളിക യൂസ് ചെയ്യും, വിക്സ് ചുമ്മാ മണക്കാൻ. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ എവിടെ പോയാലും കൊണ്ടുപോകും. ഇനി ഇതേതോ ഒരു പഴയ ID കാർഡാണ്. അതിനകത്തുനിന്ന് ഞാൻ അതെല്ലാം മാറ്റിയിട്ട് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച്. ഇനി ഇത് മറ്റേ ഇൻഹീലർ അതേലും ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച്. എപ്പോഴൊന്നും അത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. എനിക്ക് ശ്രദ്ധിക്കാൻ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യണം. മണം. ഓക്കെ, ഇതിന് 3 കമ്പാർട്ട്മെൻ്റാണ് ഇതേപോലത്തെ ഉള്ളത്. ഇതിനകത്ത് ഇതേപോലത്തെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ഇവിടെ ഇങ്ങനെയുണ്ട് ബാക്കിൽ. പിന്നെ ഇവിടെ 3 ഇതിനകത്ത് ഇങ്ങനെ ഒരു പൗച്ചുണ്ട്. ഇത് ഞാനാണെങ്കിൽ എലീഷയുടെ മിച്ചം എലീഷ എന്തോ സാധനം തയ്ക്കാൻ വേണ്ടി എടുത്തതിൻ്റെ മിച്ചം മെറ്റീരിയൽ വെച്ച് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഇതാണ്. ഇതിനകത്തൊരു സാനിറ്ററി പാഡുണ്ട്, ഒരു ഹാൻഡ് കർച്ചീഫുണ്ട്. ഇതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ട് പുറത്ത് പോകുമ്പം എപ്പോഴും ആവശ്യം വരും. ഞാൻ ഇങ്ങനത്തെ ഹാൻഡ് കർച്ചീഫ് ഞാൻ എപ്പോഴും എല്ലായിടത്ത് പോയാലും കൊണ്ടുപോകും. പിന്നെ അടുത്ത സാധനം ഇതിനകത്ത് ഞാൻ എൻ്റെ കാർഡുകളൊക്കെ വച്ചേക്കുന്നത്, ആധാർ കാർഡ്, ലൈസൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വച്ചേക്കുന്ന സാധനം. ഇത് പൈസ വെക്കുന്ന പേഴ്സ്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ആണെങ്കിൽ ഒരു ലിപ് ബാം. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല, ഞാൻ ചുമ്മാ എടുത്തിട്ടേക്കുന്നത്. ഇത് യൂസ് ചെയ്യും. എനിക്ക് ലിപ്പ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് തീരാറായി. ഇനി ഇതെന്നാന്നറിയൂ, തെരസ NCCക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ തെരസയ്ക്ക് ഇത് മറ്റേ ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമില്ലേ, അതിൻ്റെ ബോക്സാണ്. അപ്പം ഞാനതെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിവിടെ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു.
ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് തുറന്നു വരും. അതിനകത്ത് 2 സേഫ്റ്റി പിൻ മാത്രമാണുള്ളത്. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പം വല്ലയിടത്തും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെടുത്ത് വെച്ചാൽ ഇത് എപ്പോഴും ഒന്നും കാണത്തില്ല. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചതന്നേ ഉള്ളൂ. ഇടയ്ക്ക് മുമ്പ് എടുക്കും. പിന്നെ ഇത് മറ്റേ ടു ഡു ലിസ്റ്റിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്ക് എടുത്ത് വെക്കും. പിന്നെ എനിക്ക് ഇങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി. ഇതാണെങ്കിൽ മറ്റേ ഇതില്ലേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇങ്ങനെയല്ലേ ഇനി പറയുന്നത്, അത് കോമ്പസ് ഒക്കെ ഇടുന്നേ ആ ബോക്സാണ്. അത് ഞാൻ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനെങ്കിൽ അതിനെ പറ്റിയത് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഞാൻ 2 പേനായും എപ്പോഴും യൂസ് ചെയ്യുന്ന പേന് പിന്നെ ഒരു പെൻസിൽ. ഇനി അറ്റത്തുള്ള ഇതിനകത്ത് കുട, വെയിലാണെങ്കിലും മഴയാണെങ്കിലും കുട യൂസ് ചെയ്യണമല്ലോ. സോ ഞാനൊരു കുട എടുത്ത് വെച്ചു. പഴയതാണ്, ഇത്രയും വർഷമായി, കുറേ വർഷമായി. പിന്നെ കുപ്പി വെള്ളം. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകും. കാരണം എനിക്ക് വെള്ളം പെട്ടെന്ന് ദാഹിക്കും. പിന്നെ എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമില്ല. പക്ഷെ ആണെങ്കിൽ ഇത് തീരുവാണെങ്കിൽ മാത്രം പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഇഷ്ടമില്ല. വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പുറത്തിരുന്ന് അങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതാണ് ഇനി എപ്പോഴും അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും പുറത്ത് പോയിരുന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനും അമ്മി ഞാൻ കയറണ്ടെന്ന് പറയും. പക്ഷേ അവസാനം ഇപ്പോഴാണ് എന്നെ എലിശ പറഞ്ഞത് നീ അങ്ങനെ ചെയ്യരുത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമില്ല, അപ്പോൾ പിന്നെ നീക്ക് പോയാൽ എന്നാന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അമ്മയും കൂടി പോയപ്പോൾ കടയിൽ പോയിരുന്നു ഫുഡ് കഴിച്ചു. ഇത് എലീഷ എനിക്ക് ഗിഫ്റ്റ് തന്നെ ക്രിസ്മസിന്. ഇത്ര സാധനം ഞാൻ കൊണ്ടുപോകാറുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എടുക്കാറില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, വാട്ട്സ് ഇൻ മൈ ബാഗ് കഴിഞ്ഞിരിക്കും. പുറത്തൊന്നും പോകുന്നില്ല, വെറുതെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചേക്കും. വീട്ടിൽ ഇരുന്ന ഡ്രസ്സിന് അകത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഈ ടോപ്പ് മാത്രം ഇട്ടിട്ടിരിക്കുവാണ്. പിന്നെ കമ്മൽ